ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ട്രാവൽ ബ്ലോഗ് നിങ്ങളെ ചെറുതായിട്ട് ബോറടിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നൽ. അതുകൊണ്ട് തന്നെ 3 ദിവസത്തെ വീഡിയോ, അതായത് 3 ദിവസം ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ ഒതുക്കി തീർക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിക്കും. കാഞ്ചീപുരത്ത് വന്നാൽ പിന്നെ നമ്മൾ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു ഐറ്റമാണ് ഈ സാരി നെയ്യുന്നത്. അപ്പം മോനുവിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഇവിടെ ഒരു പട്ടുസാരിയുടെ കടയുണ്ട് കേട്ടോ ആൾക്ക്. അപ്പം നെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുകയാണ്. മോനും ഇവിടുത്തെ കോളേജിലാണ് കുറച്ച് നാൾ പഠിച്ചതൊക്കെ. അപ്പം ഇവിടെ നല്ല കോണ്ടാക്ട്സ് ആണ് ആൾക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. കുറേയൊക്കെ ഇങ്ങനെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തായാലും നേരിട്ട് കണ്ടപ്പോഴാണ് ഇതിന് എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലായത്. ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. തമിഴ് വലിയൊരു പിടുത്തം എനിക്കില്ലാത്തത് കൊണ്ട് ചിലതൊക്കെ മനസ്സിലായുള്ളൂ. പിന്നെ മോനും ഷിനാജും അവിടെ നിന്നിട്ട് ഇയാൾ തമിഴിൽ പറയുമ്പോൾ മലയാളത്തിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന സംഭവം ഇല്ലേ, അത് പ്യുവർ ഗോൾഡാന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ഇവിടെ തന്നെ 2-3 ചേട്ടന്മാരിങ്ങനെ ഇരുന്ന് നെയ്തെടുക്കുന്നുണ്ട്. എന്താണ് ഈ ഡിസൈനൊക്കെ ഇത് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ശരിക്കും ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ ഒരു സാരി നെയ്തെടുക്കുന്നതെന്ന്. ഇപ്പം കുറേ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായി, കുറേയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ നെയ്യുന്ന മെഷീൻ അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള മെഷീനൊക്കെ ഇറങ്ങിയത്. അവിടെ നിന്ന് പുള്ളി തന്നെ നമ്മളോട് പറഞ്ഞ് ഇനിയുള്ള തലമുറകളൊന്നും ഇതുണ്ടാകത്തില്ല, ഇപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കിട്ടുന്ന മെഷീനൊക്കെ അപ്ഡേറ്റ് ആയതുകൊണ്ട്. അങ്ങനെ നെയ്യുന്ന അവിടുന്ന് നമ്മളിതേ ഇങ്ങോട്ടേക്കാണ് കേട്ടോ വന്നത്. ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന കുറച്ച് സാരികളാണ് ഈ ചുറ്റി വെച്ചിരിക്കുന്നത്. അതൊക്കെ കാണിച്ചു തന്ന്, പിന്നെ ഈ സാരി നെയ്യാനെടുക്കുന്ന നൂലും അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ നമ്മൾ ആ ചേട്ടൻ നടന്നെല്ലാം കാണിച്ചു തന്നു കേട്ടോ. ഏറെക്കുറെയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇതിങ്ങനെയാണെന്നുള്ളത്. പിന്നെ നെയ്ത് വെച്ചിരിക്കുന്ന കുറേ സാരികൾ നമുക്ക് കാണിച്ചു തന്ന്, അതായത് ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം കുറച്ച് റേറ്റൊക്കെ ഉണ്ട് സംഭവം, കാരണം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ പ്യുവർ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് ഈ ഗോൾഡ് തന്നെ പ്യുവർ ഗോൾഡാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇത് നെയ്യുന്നതിൻ്റെ ചാർജ് അങ്ങനെയൊക്കെ. അങ്ങനെ അവരിത് സെറ്റാക്കി വെച്ചിരിക്കുന്ന കുറച്ച് സാരികളൊക്കെ നമ്മളെടുത്ത് കാണിച്ചു തന്ന്. എനിക്ക് സാരികൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഉടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല സാരി ഉടുക്കാൻ. എന്താകും, ലുക്ക് എങ്ങനെയായിരിക്കും, തള്ള ലുക്ക് വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനങ്ങനെ സാരി ഉടുക്കാറില്ല. വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ സാരി ഉടുത്ത്. എന്തോ 2 വെഡ്ഡിങ് ഫംഗ്ഷന്. ഒരു പ്രാവശ്യം എൻ്റെ കല്യാണ സാരി തന്നെ ഉടുത്ത്, പിന്നെ ഒരു പ്രാവശ്യം ഉമ്മാൻ്റെ സാരി ഉടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനും പോയി. അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ കല്യാണത്തിന് ഞാൻ സാരി ചൂസ് ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല, എനിക്ക് ലെഹങ്ക ഇടാനായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡൽസിന് നല്ല റേറ്റ് കൊടുക്കണം. പിന്നെ റെൻറ്റിന് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ നിക്കാഹ് ഡ്രസ്സ് റെൻറ്റിന് എടുക്കാൻ എനിക്കൊരു താല്പര്യമില്ല. എനിക്ക് ഷിനാജിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ ആ ഒരു ഓപ്ഷൻ കളഞ്ഞിട്ട് സാരി എടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമ്മുടെ റേറ്റിന് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് കിട്ടുമല്ലോ. അങ്ങനെയാണ് എൻ്റെ കല്യാണത്തിന് ഞാൻ സാരി എടുത്തത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറും ഞാൻ ഉദ്ദേശിച്ച മോഡലൊക്കെ തന്നെയാണ് കിട്ടിയത്. അങ്ങനെ നെയ്യുന്നിടത്തുനിന്ന് നേരെ ഞങ്ങൾ ദിവറ ഷോപ്പിലേക്കാണ് കേട്ടോ വന്നത്. മുകളിലത്തെ ഫ്ലോറിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് താഴെ മാത്രം ഒന്ന് 2 സാരിയൊക്കെ ഇങ്ങനെ നോക്കി ഓരോരോ കളക്ഷൻസൊക്കെ. ഈ ഒരു മഞ്ഞ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മഞ്ഞ കളർ പിന്നെ എവിടെ കണ്ടാലും എൻ്റെ കണ്ണിലുടക്കും. അപ്പോൾ ഈ ചേച്ചിയുടെ തന്നെ ഷോപ്പാണ് കേട്ടോ ഇത്. ഈ ചേച്ചിയുടെ ഹസ്ബൻഡാണ്, മോനുവിൻ്റെ ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതേ നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽസൊക്കെ ഞങ്ങളെടുത്ത് കാണിച്ചു തന്നു. ഇത് പ്യുവർ സിൽവറാണ് കേട്ടോ. അവർ പറഞ്ഞത് ഇത് ഉടുത്ത് കഴിഞ്ഞാൽ സിൽവർ എന്തോ മെൽറ്റായി വരുമെന്നാണ്. അത്യാവശ്യം കുറച്ച് റേറ്റും ഉണ്ട് അതിന്. അങ്ങനെ അവിടുത്തെ സാരികളൊക്കെ കുറച്ചധികം കണ്ടിട്ട് നമ്മളിത് തിരിച്ചിറങ്ങിയിട്ട് റോസ് മിൽക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. ഞാൻ പറഞ്ഞല്ലോ, റോസ് മിൽക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ. നമ്മുടെ നാട്ടിലത്തേനെക്കാട്ടിയും നല്ല കിടിലൻ ടേസ്റ്റാണ്. ഞങ്ങളവിടെ നിന്ന ദിവസമൊക്കെ ഡെയിലി പോയി കുടിക്കുമായിരുന്നു. ഈ ഒരു കുപ്പിക്ക് വരുന്ന റേറ്റ് എനിക്ക് തോന്നുന്നു 40 രൂപ എന്തോ ആണ് കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ഞങ്ങൾ 3 ആളും നോർമൽ റോസ് മിൽക്കും ഷിനാജ് ബദാം മിൽക്കും ആണ് കേട്ടോ വാങ്ങിച്ചത്. അതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്നും അറിയണമല്ലോ. അപ്പോൾ ഷിനാജിൻ്റെ നിന്ന് ഞാൻ കുറച്ച് കുടിച്ച് നോക്കി. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടമായത് റോസ് മിൽക്ക് തന്നെയാണ് കേട്ടോ. ഇതല്ല സൂര്യയുടെ ഓക്കെ. റോസ് മിൽക്ക് കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് കറങ്ങിയിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് മോനു പഠിച്ച കോളേജ്. ഞാൻ പഠിച്ച കോളേജ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഞങ്ങൾ അവിടം വരെ കൊണ്ടുപോയതാണ്. അതിൻ്റെ അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല കേട്ടോ. അതിന് പ്രത്യേകം പെർമിഷനൊക്കെ വേണ്ടതുകൊണ്ട് പുറത്ത് കൂടെ ഞങ്ങളിങ്ങനെ പോയി. കാഞ്ചീപുരത്തെ തെരുവുകളിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഫേമസ് ഒരു സ്ഥലത്താണ്, കാണിച്ചു തരാം.
കുറേ സിനിമയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഷിനാജ്? കുറേ സിനിമയിലില്ലേ? പക്ഷെ എന്തൊക്കെയോ ഒരു പച്ചനെറ്റ് എന്തോ ഇട്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ കൂടെ, അതുകൊണ്ട് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. ഈ ഒരു കട കണ്ടില്ലേ, ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണെന്ന് മോന് പറഞ്ഞിട്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു കടയുണ്ട്. ആ 2 കടയിലെ ബിരിയാണി അത്യാവശ്യം കുറച്ച് ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് 2 ഓരോന്നും വീതം വാങ്ങാൻ വേണ്ടിയിട്ട് ഷിനാജിനെ പറഞ്ഞു. 2 കടയിൽ നിന്ന് പാഴ്സൽ വാങ്ങിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ട് ഇത് വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. ആദമിന് ഞങ്ങൾ വെറും ചോറ് കൊടുത്ത് പറ്റിച്ച് ഞങ്ങളൊക്കെ ആ ബിരിയാണിയും കഴിച്ച്. കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞിട്ട് ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നേരെ നമ്മൾ പോണ്ടിച്ചേരിയിലേക്കാണ് കാഞ്ചീപുരത്തുനിന്ന് പോയത്. പോണ്ടിച്ചേരി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ലാസ്റ്റ് നമ്മൾ ഏർവാടി പോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകും. അതായിരുന്നു നമ്മുടെ പ്ലാൻ. കാഞ്ചീപുരത്ത് നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 3 മണിക്കൂർ അടുത്തുണ്ടായിരുന്നു കേട്ടോ പോണ്ടിച്ചേരിയിലേക്ക്. ഞങ്ങൾ നല്ല രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ഇതേ പോണ്ടിച്ചേരി എത്തിയിട്ട് അവിടുത്തെ ആനന്ദ് ഭവനിൽ കയറിയിട്ട് ഞങ്ങൾ ഇതേ ദോശ കഴിക്കുവാണ്. ഷിനാജ് നോർമൽ ദോശയാണ് പറഞ്ഞത്, ഞാൻ നെസ്രി മസാല ദോശയും പിന്നെ നല്ല വടയും സാമ്പാറും കോഫിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ച്. കരിയുന്ന വെയിലാണ്, സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട്. പോണ്ടിച്ചേരി ബീച്ച്. ആദമേ എങ്ങനുണ്ട്? വേണ്ടേ? എൻ്റെ അണ്ണാച്ചി നടന്നു പോകുന്നത് കണ്ടോ? ഏയ് അണ്ണേ കരിയും അണ്ണേ. നിങ്ങൾ സൺസ്ക്രീൻ ഇടത്തില്ല ഗൈസ്. ഇയാൾക്ക് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ അതിനോടൊക്കെ വിരോധിയാണ്. നിർബന്ധിച്ചാലും ഇടത്തില്ല. അപ്പോൾ കരിഞ്ഞോട്ടെ. ഞാൻ ആവശ്യത്തിലധികം വാരി തേച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടൊന്നും കാര്യമില്ല. അത്രക്കും വെയില. 8:45 ടൈം. നല്ല രാവിലെ അല്ലേ. പക്ഷെ ഈ ഒരു ടൈം വന്നുകൊണ്ട് തിരക്കില്ല കേട്ടോ. അധികം തിരക്കായി വരുന്നതേ ഉള്ളു. നമ്മളെ മെയിൻ പർപ്പസ് ഫോട്ടോ എടുക്കുക. അതിനുള്ള സ്പോട്ട് തപ്പി നമ്മൾ പോവുകയാണ് അല്ലേ ഷിനാജ്? അതെ ഗൈസ്, എൻ്റെ ഒരു ബംഗാളി ഡ്രസ്സാണ്. എൻ്റെ ഡ്രസ്സ് ഓൾട്ടർ ചെയ്തിട്ടൊന്നുമില്ല. എക്സൽ സൈസ് കിട്ടിയത് ട്രെൻഡ്സ് ഒന്നും എടുത്തതാണ്. കുറേ തപ്പി അവസാനം മടുത്തപ്പോൾ കയ്യിൽ കിട്ടി ഒരെണ്ണം എടുത്ത് വന്നതാണ്. ഓൾട്ടർ ചെയ്യാത്തത് കൊണ്ട് ഇനി ബാക്കി പറയട്ടെ. ഓൾട്ടർ ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര ലൂസാണ്. അപ്പം ഇത് കണ്ടില്ലേ, ഈ സാധനം ബാക്കിൽ കൊത്തിയിട്ട് ടൈറ്റായി നിൽക്കുമല്ലോ. അപ്പം അങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഭയങ്കര ലൂസാണ് എൻ്റെ ഡ്രസ്സ്. ഓക്കെ ഷിനാജ് നല്ല ഇതാണ്. ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ ഫോട്ടോ? ആ ഡോറ് ക്ലോസ് ആക്കി കുറേ നല്ല ഫോട്ടോസ് നമുക്ക് ആ പച്ച വാതലിൻ്റെ ഭാഗത്ത് നിൽക്കാം. എന്തുവാ ചേട്ടൻ പറയുന്നത്? ഇവിടെ നിന്ന് എടുത്തോളാന് നിക്ക്. ഈ ഏരിയന് പറയുന്ന പേര് ഫ്രഞ്ച് വില്ലേജ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയ തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്നുള്ളൊരു ഐഡിയ കിട്ടത്തില്ല. കാരണം ഏത് ഭാഗത്ത് നോക്കിയാലും ഫോട്ടോ എടുക്കാനുള്ള നല്ല നല്ല സ്പോട്ടുകളൊക്കെ അറിയാം കേട്ടോ. മിക്കതിൻ്റെയും ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് ബാക്കിലോട്ട് നോക്കുമ്പോഴായിരിക്കും അത് കഫേ ആണല്ലോ എന്ന്. ചില സ്ഥലത്തൊന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് പറ്റുന്നിടത്തൊക്കെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. നമ്മൾ വന്ന ടൈം അത്ര ശരിയല്ലായിരുന്നു. കാരണം ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊരിഞ്ഞ വെയിലായിരുന്നു. അതും രാവിലത്തെ വെയിൽ എൻ്റെ പൊന്നോ കരിഞ്ഞ് ഉണങ്ങിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. കുറേ സൺസ്ക്രീനൊക്കെ വാരി തേച്ച്, പക്ഷെ ഒന്നും ഏറ്റില്ല. നല്ല രീതിക്ക് ഫേസ് ടാൻ അടിച്ച്. അങ്ങനെ അവിടെ കുറച്ച് നേരം കറങ്ങി ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. എന്നിട്ട് ഞങ്ങൾ വേഗം നേരെ ഏർവാടിക്ക് തിരിച്ച്. അതിന് ചോദിക്കാം. 750 ഇതാ ചീപ്പ് റേറ്റ്. ഉള്ളന്നാ ഈ റേറ്റ് തന്നെയല്ലേ നമ്മുടെ നാട്ടിലും. പോണ്ടിച്ചേരിയിൽ നിന്ന് നമ്മൾ ഏർവാടിയിലേക്ക് പോകുന്ന റൂട്ടിൽ മിക്ക ഭാഗത്തും ഇതുപോലെ അണ്ടിപ്പരിപ്പ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ലൈവായിട്ട് അവർ തന്നെ ചുട്ടെടുത്ത് അങ്ങനെ സംഭവമാണ്. ഞങ്ങൾ ഓർത്ത് റേറ്റ് കുറവാണെങ്കിൽ കുറച്ച് നാട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പം
നോർമൽ റേറ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ കിട്ടുന്ന റേറ്റൊക്കെ ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വാങ്ങിച്ചില്ല. പിന്നെ അത്ര വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു നോർമൽ ടേസ്റ്റ് അത്രേ ഉള്ളൂ. പിന്നെ എന്തായാലും വണ്ടിയിലിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 100 രൂപക്ക് 100 ഗ്രാം ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ആദ്യമൊക്കെയാണെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നിട്ട് നല്ല ബോറടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പോണ്ടിച്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു 8 മണിക്കൂറത്തെ യാത്ര ഉണ്ട് നമുക്ക് ഏർവാടിയിലേക്ക്. അപ്പോൾ അത്രയും നേരം ഇങ്ങനെ വണ്ടിയിൽ തന്നെ ഇരിക്കണ്ടേ. കുഞ്ഞിനെ പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്കാണെങ്കിലും കുറേ നേരം വണ്ടി ഇരിക്കുമ്പോൾ ബോറടിക്കത്തില്ല. പിന്നെ അവനെ കുറച്ച് നേരം ഞങ്ങൾ ബാക്കിലോട്ട് വിളിച്ച് ഷിനാജും ആദ്യം കൂടെ നല്ല സ്റ്റെപ്പ് ഇടലും ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. പോണ്ടിച്ചേരിയിൽ ഞങ്ങൾ പേരിനൊന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് കയറി കണ്ടു പോകുന്നു അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ അത്യാവശ്യം നല്ല പൈസ കൊടുക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ അതിലോട്ടൊന്നും നോക്കാൻ നിന്നില്ല. അങ്ങനെ ഏകദേശം നമ്മൾ പോയി നമ്മളാണെങ്കിൽ പോകുന്നത് ഒരു ഗ്രാമപ്രദേശത്തൂടെയാണ് കേട്ടോ. കടകളോ ഒന്നുമില്ല, നമുക്ക് ഫുഡ് കഴിക്കാനുള്ള കടകളോ ഒരു കട പോലും ഞങ്ങൾ കണ്ടില്ലെന്ന് വേണേൽ പറയാം. ഈ അണ്ടിപ്പിരിപ്പ് വിൽക്കാൻ വേണ്ടിയിട്ട് ചേച്ചിമാരങ്ങനെ ഇരിപ്പുണ്ട് ഓരോ സൈഡിലും. അല്ലാണ്ട് ഒരു കുപ്പിയും വെള്ളം വാങ്ങണമെങ്കിൽ പോലും ഞങ്ങളങ്ങനെ കടകളൊന്നും കണ്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. ഞങ്ങളിങ്ങനെ മാപ്പിൽ നോക്കി അടുത്തുള്ള റെസ്റ്റോറൻറ്റ്, അങ്ങനെ അതിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റ് റേറ്റിംഗ് ഉള്ളത് കാണിച്ചപ്പോൾ ഞങ്ങൾ വഴി തപ്പി പിടിച്ച് തന്നിട്ട് ഞങ്ങൾ കുറേയൊക്കെ കറങ്ങി തിരിഞ്ഞ് വഴിയൊക്കെ തെറ്റിപ്പോയി. അവസാനം നമ്മളവിടെ എത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം നോർമൽ 2 ബിരിയാണി, അല്ല നോർമൽ അല്ല, ഒരു നോർമൽ ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു 65 ബിരിയാണിയാണ് വാങ്ങിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് കിട്ടിയൊരു സാധനമാണ് കേട്ടോ ഇത്. വെറ്റിലയ്ക്കകത്ത് എന്തൊക്കെയോ വെച്ചിട്ട് എന്തോ ഒരു സ്വീറ്റ് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. വെറ്റിലയാണ് എന്തായാലും. ഞാൻ കുറച്ച് കടിച്ചപ്പോൾ തന്നെ ഒരുമാതിരി ആയി കേട്ടോ. ഞാൻ ചവച്ചത് തിന്നൊന്നുമില്ല, ഞാൻ അപ്പം തന്നെ അത് തുപ്പിക്കളഞ്ഞ്. കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതവിടെ നേരിട്ട് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് എടുത്തതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ മഴ കുറച്ച് കൂടി. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടാവും, ആരും മൈൻഡ് ചെയ്യേണ്ട. കാക്കയും പൂച്ചയൊക്കെ കരയുന്നുണ്ട്. പിന്നെ ഇവിടെ മഴ പെയ്തിട്ട് ഇങ്ങനെ മഴത്തുള്ളി വീഴുന്നതിൻ്റെ ആ ഒരു സൗണ്ടും കൂടെ ഉണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരണ്ടേ, ലേറ്റ് ആക്കാൻ പറ്റത്തില്ലല്ലോ. ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടും വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ എന്താ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് വേറെ ഒന്നും മൈൻഡ് ആക്കിയില്ല. അങ്ങനെ അതേ വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഒരു 7 മണിക്കാന്ന് തോന്നുന്നു, 7 മണി അല്ലെങ്കിൽ 8 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഏർവാടി എത്തി. അവിടെ നമ്മൾ റൂം എടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ പള്ളിയിലേക്ക് പോകുകയാണ്. നേരത്തെ എത്തുവാണെങ്കിൽ നമുക്ക് പള്ളിയിൽ കയറി സിയാറത്തൊക്കെ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ കുറച്ച് വൈകിയില്ല. പിന്നെ അത്രയും നേരം ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ട് അതിൻ്റേതായ ക്ഷീണവും ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ നമുക്ക് നാട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ നമ്മളെ നേർച്ചയൊക്കെ ചെയ്തിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളിയുടെ ഉള്ളിലൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കാണ് ഇവൻ നമ്മുടെ സബ്സ്ക്രൈബറാണെന്നും പറഞ്ഞ് വന്നത്. നമ്മളോട് സംസാരിച്ച് എവിടെ മലപ്പുറത്തുള്ളതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഭയങ്കര സന്തോഷമായി. നമ്മൾ അവിടെ വെച്ച് വേറെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടവരൊക്കെ നമ്മളോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വീട് പണി എന്തായി, അങ്ങനെ ഓരോ വിശേഷമൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷമായി അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്കും. ഇത് പിന്നെ 3ാമത്തെ ദിവസത്തെ രാവിലെയാണ്. ഏർവാടിയുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു പള്ളിയുണ്ട് കേട്ടോ. പോയവർക്കൊക്കെ അറിയായിരിക്കും. ഞങ്ങൾ അവിടെയും കൂടെ ജസ്റ്റ് കയറി ഈ ഒരു നേർച്ച മിഠായിയൊക്കെ വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വണ്ടിയിരുന്ന് തന്നെ പൊട്ടിച്ച് കഴിച്ച്. ഏർവാടിയിലെത്തി അന്നത്തെ ദിവസം രാത്രി ഞങ്ങൾ ബ്രെഡും ജാമും പഴവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാനൊരു മനസ്സ് വന്നില്ല അവിടുത്തെ ഹൈജീൻ കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ നേരെ ചൊവ്വ വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചത്. ഈ ഒരു ട്രിപ്പിൽ നമ്മൾ പോകുന്ന വഴി എവിടെയൊക്കെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അവിടെയൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. ലാസ്റ്റ് നമ്മൾ പാമ്പൻ പാലവും കണ്ട് പിന്നെ ധനുഷ്കോടിയും പോയിട്ട് ഏർവാടിയുടെ അവിടെ നിന്ന് ഒരു 10-40 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അതുവരെ വന്നതിൽ ഇതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വന്നതാണ്. നല്ല ക്ലിയർ വാട്ടറാണ്. അവിടെ ഒരുപാട് നേരം പാർക്കിംഗ് ഒന്നും അത്ര അലൗഡ് അല്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് വണ്ടി നിർത്തി ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. ഒരുപാട് നേരം നിന്നാൽ പോലീസുകാർ വന്ന് നമ്മളെ ചീത്ത പറഞ്ഞ് ഓടിക്കും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ ധനുഷ്കോടിയിലോട്ടാണ് കേട്ടോ പോയത്. പാമ്പൻ പാലം അടിപൊളിയായിരുന്നു. അവിടുത്തെ വെള്ളം ഭയങ്കര ക്ലിയർ വാട്ടറായിരുന്നു. അതിൻ്റെ അടിയിലെ പാറ വരെ തെളിഞ്ഞ് കാണാമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ധനുഷ്കോടി കുറച്ചടുത്ത് തന്നെയാണ്. ഇത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, 2 സൈഡും കടലാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് കേട്ടോ റോഡ്. പിന്നെ ഇവിടെ ഒരുപാട് കടകളും കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഓർമ്മ വന്ന് ദിലീപിൻ്റെ മറ്റേ ഒരു സിനിമയില്ലേ, കേശു ഈ വീടിൻ്റെ നാഥനല്ലേ, ആ സിനിമ ആണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്ന. ആ സിനിമ അതിലത്തെ സീനുകളൊക്കെ. ഇവിടെ ഇങ്ങനെ 2 സൈഡിലും ഓല കൊണ്ട് മേഞ്ഞ കുറേ വീടുകളുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോരോ സൈഡിലായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോയതൊരു ശനിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറ്റി വിടുന്നില്ലായിരുന്നു പോലീസുകാർ. നമ്മളവിടെ അതായത് അതിൻ്റെ കുറച്ച് മുമ്പിലെത്തി വണ്ടി നിർത്തിയിട്ട് നടന്നു പോകുമായിരുന്നു ആ വെയിലത്ത്. പിന്നെ മക്കളെ വെയിൽ ഈസ് അൺസഹിക്കബിൾ. അങ്ങോട്ട് കയറ്റത്തില്ലല്ലോ. എന്തൊരു തിരക്കല്ലേ ഇത്. കരിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ഫേസ് പാക്ക് ഇട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത്രക്കും വെയിലാണ്, പൊള്ളുന്ന വെയിൽ. പിന്നെ നമ്മൾ ഇതുവരെ വന്നിട്ട് ഇവിടെ ഇറങ്ങി ഒരു വീഡിയോ ഫോട്ടോ എടുക്കണ്ടേ.
ഇവിടെ നിന്നാ ശ്രീലങ്ക കാണാന്നൊക്കെയാണ് പറയുന്നത്. ഇതിന്റെ തിരമാലകൾ കണ്ടില്ലേ ഗൈസ്, മുറിച്ചിട്ട പോലെയാണ്. പകുതിക്കുള്ള ഫുള്ളുണ്ട് കണ്ടില്ലേ. ഓക്കെ, ഏറ്റവും മുകളിലോട്ട് ഞാൻ ഇങ്ങനെ കേറും. എടാ കൈതാ. അയ്യോ, ഇവിടെ എന്തൊക്കെയൊക്കെയോ കുറെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല എക്സ്പെൻസ് ആയിരിക്കും അല്ലേ, നല്ല എക്സ്പെൻസീവ് ആയിരിക്കും മേ ബി. നമുക്ക് പിന്നെ വേണ്ടാത്തോണ്ട് നമ്മൾ റേറ്റ് ചോദിക്കുന്നില്ല. നല്ല തിരക്കുണ്ട്. കട്ട വെയിലാണ് കേട്ടോ, സഹിക്കാത്ത വെയിലാണ്. എനിക്ക് അല്ലേ തന്നെ ഞങ്ങൾ ഇന്നലെയൊക്കെ കുറെ വെയിലൊക്കെ നടന്ന് കരിഞ്ഞ്. ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ, നല്ല തിരക്കുണ്ട്. ആദമിനെ വെള്ളത്തിലിറക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ പോയി ഗൈസ്. കാണുന്നില്ലല്ലേ, ഞങ്ങളില്ലാന്ന് പറഞ്ഞു. കാരണം സഹിക്കാൻ പറ്റാത്ത വെയിലാണ്, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അവര് നടന്നു പോകണം. വേണ്ട, നനച്ച ഒന്നും കൂടെ ക്രോക്സ് ഇതാവത്തേ ഉള്ളൂ. എന്തൊക്കെയോ ഞാൻ എടുത്തിട്ടുണ്ട് ട്രാവലിംഗ് വ്ളോഗിൽ. നിങ്ങൾക്ക് ബോറടിക്കുക എന്നാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഷിനാജ്? നമ്മുടെ ട്രാവലിംഗ് വ്ളോഗ്സിന് അങ്ങനെ വ്യൂസ് ഒന്നും കയറുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇഷ്ടം വീട്ടിലെ വീഡിയോസാണ്. അതിങ്ങനെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പറ. കറുത്ത് വെയിലുണ്ട്, കൈ ഫുള്ള് ടാൻ അടിച്ചു. ഞാൻ ചെന്നിട്ട് ഇനി എന്റെ ഫേസ് പാക്ക് ഒക്കെ വാരി തേക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? നാച്ചുറൽ. അത് ഫേസ് പാക്ക് നാച്ചുറലാണ്. കടലമാവും പാലും അല്ലെങ്കിൽ കടലമാവും തൈരും. ഇയാൾ അതിനോടൊക്കെ വിരോധിയാണ് ഗൈസ്. സ്കിൻ കെയർ ചെയ്യത്തില്ല, ഒരു പൗഡർ പോലും ഇടത്തില്ല ഞാൻ നിർബന്ധിച്ചാല്. അല്ലേ അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ സുന്ദരനല്ലാതെ ഇരിക്കുന്നു. അവരെ കാണാനില്ലല്ലോ. അവിടെ ഉണ്ട്. അങ്ങനെ ധനുഷ്കോടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മധുരയിൽ വന്നിട്ടാണ് കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ അങ്ങനെ കടകളൊന്നും കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് മധുരയിൽ വന്നിട്ട് കഴിക്കേണ്ടി വന്നത്. പിന്നെ കടകൾ കണ്ടാലും അത്ര വലിയ ഹൈജീനുള്ള കടയൊന്നും അല്ല. പിന്നെ ഞങ്ങൾ സഹിച്ച് പിടിച്ച് വിശപ്പൊക്കെ അടക്കി പിടിച്ച് അങ്ങനെ പോയി. ഇവിടെ വന്നിട്ട് മറ്റേ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി ഇല്ല, അതാണ് കേട്ടോ ട്രൈ ചെയ്തത്. ഞങ്ങൾക്ക് ആർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിച്ചിട്ട് വയറിനൊരു സുഖമില്ലായിരുന്നു, പിന്നെ വയറിനൊരു ബുദ്ധിമുട്ടായിരുന്നു വീടെത്തുന്നവരെ. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് ഇതേ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം, ഈ ഒരു കാറ്റാടി, അതായത് വിൻമില്ല കേട്ടോ. കുറേ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന റൂട്ടിൽ, നിറച്ചുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേയൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങി, പിന്നെ കുറേ നേരം എണീറ്റിരിക്കും. അങ്ങനെ നമ്മളിതേ ഫൈനലി മണ്ണാർക്കാട് എത്തി. നമ്മൾ മണ്ണാർക്കാട് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലും എത്തി. പോകുന്ന വഴി നൈറ്റിലേക്കുള്ള ഫുഡ് നമ്മളൊന്നും കഴിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്കത്തെ ഫുഡ് ശരിയാവാത്തത് കൊണ്ട് വയറൊട്ട് ശരിയല്ലായിരുന്നു. അപ്പം ഞങ്ങൾ മണ്ണാർക്കാട് നിന്ന് തന്നെ മൗസിൽ നിന്ന് ഓരോ ഷെയ്ക്കാണ് കുടിച്ചത്. അങ്ങനെ നമ്മുടെ 10 ദിവസത്തെ യാത്രതേ ഇവിടം കൊണ്ട് അവസാനിക്കുവാണ്. ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ വന്നു മമ്മി.